ഇതൊരു എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോ ആണ്. നമ്മുടെ സൈലത്തിന്റെ ദി ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ ഫസ്റ്റ് പ്രീ മോക്ക് എക്സാം നടത്തിയിരുന്നു. സോ ആലപ്പുഴ SDV സ്കൂളിൽ ഇൻവിജിലേറ്റർ ആയിട്ട് എക്സാം ഹാളിൽ ജസ്റ്റ് ഇൻവിജിലേറ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. സോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നീറ്റ് എക്സാം വരികയാണ്. അടുത്ത മാസം ജൂലൈ 17 നീറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനു മുമ്പായി സൈലം നടത്തുന്ന എക്സാം സീരീസ് ആണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അപ്പൊ അവിടെ നമ്മൾ 19 ഇതേപോലെ എക്സാം സെന്ററിൽ പോയി നമ്മുടെ സൈലം സ്റ്റുഡൻസ് ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റി. അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നീറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഓൺലൈൻ മീഡിയയിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെയൊക്കെ നേരെ കണ്ടപ്പോൾ എത്ര സീരിയസ് ആയിട്ടാണ് അവർ നീറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്റ്റുഡൻസ് മാത്രമല്ല, പേരൻസ് ആണെങ്കിലും നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് കുട്ടി ക്ലാസ് ഒക്കെ കാണുന്നുണ്ട്, നല്ലപോലെ പഠിക്കുന്നുണ്ട്, സൈലത്തിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, വളരെ സീരിയസ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എക്സാം എഴുതാൻ വന്നത്. അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വന്ന ഒരുപാട് കുട്ടികളുണ്ട്. ത്രൂ ഔട്ട് എക്സാമിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയൊരു കാര്യം, അവര് ആ 2 മണിക്ക് തുടങ്ങിയ എക്സാം 5:20 വരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് എഴുതി. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, അവരെത്രത്തോളം പഠിച്ചു എന്ന കാര്യം പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഓഫ്ലൈൻ എക്സാമിലേക്ക് ചെന്നപ്പോ, അതായത് ഇനി എഴുതാൻ പോകുന്ന ഒരു എക്സാമിന് മുന്നോടിയായി ഞാനൊരു എക്സാം എഴുതാൻ വന്നതാണ്. എക്സാക്ട്ലി ഒരു നീറ്റ് എക്സാം എങ്ങനെയാണോ എഴുതാൻ വന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ അവിടെ എത്തിച്ചേർന്നത്. പക്ഷെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ഈ ഒരു സീരിയസ്നെസ് ആണ് ത്രൂ ഔട്ട് ദ മന്ത് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. ഈ ഒരു സീരിയസ്നെസ്സിൽ എക്സാക്ട്ലി നിങ്ങളൊരു ഓൺലൈൻ എക്സാം എഴുതുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ എക്സാം എഴുതുന്ന പോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെയും അതുപോലെ നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെയും കണ്ട് എക്സാം എഴുതേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഫേസ്. അപ്പോഴേ അറിയുള്ളൂ. മീൻസ് അവിടെ ഒരുപാട് ടെൻസ്ഡായി വന്ന കുട്ടികളുണ്ടായിരുന്നു. അവരൊക്കെ ആദ്യമേ പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനാണ് സാർ, എങ്ങനെ ഇതിനെ ഫേസ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമ്മളിപ്പം ഒരു പെൻ ആൻഡ് പേപ്പർ മോഡിൽ എക്സാം എഴുതുകയാണ്. എക്സാക്ട്ലി ജൂലൈ 17 എക്സാം എഴുതുമ്പോൾ എനിക്ക് ആകെ ഫുള്ള് ടെൻഷനും പോകുകയാണ്. അപ്പം ആ ഒരു മെന്റാലിറ്റി എന്ത് ചെയ്യാം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എന്തായാലും 17 എക്സാം ഫേസ് ചെയ്തേ മതിയോ. അപ്പൊ അതിനു വേണ്ടി ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നമ്മൾ ഓഫ്ലൈൻ മോക്കുകളെ കാണുന്നത്. സോ അത് വന്ന് എഴുതിയവരോട് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇനി എഴുതാൻ പോകുന്നവരോട് ഇത് തന്നെയാണ് പറയാറ്. കാരണം ഇനി 26 അതുപോലെ അടുത്ത സൺഡേയും എക്സാംസ് ഉണ്ട്. മേജർലി 26 അടുത്ത ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ മോക്ക് സീരീസ് വരുന്നത്. സോ അപ്പൊ അവിടെ ചെയ്യേണ്ടതും ഈ ഒരു കാര്യം തന്നെയാണ്. സോ പ്രാക്ടീസ് ആണ്. അതായത് ഒരാള് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു, അതായത് എത്രത്തോളം കണ്ടന്റ് നമ്മുടെ തലയിലുണ്ട്, അതിൽ നിന്നും വ്യത്യസ്തമാണ് അതെങ്ങനെ അവിടെ പോയി അപ്ലൈ ചെയ്യാമെന്നൊരു കാര്യം കൂടെ പ്രാക്ടിക്കലായി ചെയ്യുന്ന സംഭവമാണ്. സോ അതിനുള്ളൊരു പ്രാക്ടീസ് ആണ് ശരിക്കും നമ്മുടെ മോക്ക് എക്സാംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് എക്സാം എഴുതിയ അതേ സീരിയസ്നെസ്സിൽ തന്നെ, അതേ കോൺഫിഡൻസിൽ തന്നെ, കുറച്ച് ടെൻഷൻസും കുറച്ച് വെപ്രാളത്തിൽ തന്നെ ഇനിയുള്ള എക്സാമുകളും എഴുതാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ ഈ എക്സാമുകളുടെ ബേസിൽ നിങ്ങളുടെ റാങ്കുകൾ നിർണ്ണയിക്കപ്പെട്ടേക്കാം. നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന കാര്യം നിർണ്ണയിക്കപ്പെട്ടേക്കാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പം അത് നമ്മൾ അവിടെ ചെന്ന് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മുടെ കുട്ടികൾ നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്തവരെല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതി മടങ്ങി പോകുന്നു. ഇനി അടുത്ത എക്സാമിന് ഉറപ്പായിട്ടും വരും. കാരണം ഇത് അവരെ ഭയങ്കരമായി ഹെൽപ്ഫുൾ ആയ ഒരു കാര്യമായിരുന്നു എന്നൊരു സംഭവം അവിടെ പ്രാക്ടിക്കലി സംഭവിക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. മാക്സിമം ഓഫ്ലൈൻ മോക്കുകൾ അറ്റൻഡ് ചെയ്യുക. അവിടെ വന്ന് കാര്യങ്ങൾ നിങ്ങളെ ആ ഒരു അറ്റ്മോസ്ഫിയർ, നിങ്ങൾ എങ്ങനെയാണ് ഒരു നീറ്റ് എക്സാം എഴുതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണുക, എന്നിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന നീറ്റിന് നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂളുകളാണ് ഇതെല്ലാം. സോ യൂസ് ദാറ്റ് ടൂൾ. See you at 26. Thank you.